പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ഇന്ന് മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഉപവസിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾ ലൈവിൽ സമർപ്പിക്കുന്ന ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതികഠിനമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ദിവസങ്ങളെല്ലാം തന്നെ. അതിനാൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ലൈവിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കണം. അത് എത്രത്തോളം വലിയ പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവിനോട് ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങളെല്ലാം നടക്കുവാനായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മാതാവിനോട് ഈ പ്രാർത്ഥന നടത്തുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പങ്കുചേരുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. പരിശുദ്ധി അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളും എടുത്തു നീക്കിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് ഈ ലോകത്ത് സാധ്യമാക്കി തരുവാനായിട്ട് അമ്മ മാതാവ് നിങ്ങളുടെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ പങ്കെടുത്ത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളെല്ലാം നിങ്ങൾ സമർപ്പിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിശുദ്ധി അമ്മ നടത്തി തരുന്നതാണ് മക്കളെ. അനേകം മക്കളാണ് ഇത്തരത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഓരോന്നും സാധ്യമാക്കി കൊടുക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കണം. അമ്മ മാതാവ് വെളിപ്പെടുത്തി നൽകിയ അനുഗ്രഹം, ഈ ലോകത്ത് നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹം നിങ്ങൾ നിരസിക്കാതിരിക്കുക, പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിക്കുക. നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുമ്പോൾ പരിശുദ്ധി അമ്മയോടും ഈശോയോടൊപ്പമാണ് നിങ്ങൾ ഈ ലോകത്തും ഈ ജീവിതത്തിന് ശേഷവും ചേർന്ന് നിൽക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ടതായിട്ടില്ല എന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. എന്നെ തിരിച്ചറിയുകയും ഈശോ തിരിച്ചറിയുകയും ചെയ്യുന്നവർ എൻ്റെ സ്വന്തം മക്കളായി തീരുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. 1,00,000 പേരെ മാത്രമേ പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായി തിരഞ്ഞെടുക്കത്തുള്ളൂ. അതിനുശേഷം ഒരാളെ പോലും പരിശുദ്ധി അമ്മ സ്വന്തം മക്കളായി തിരഞ്ഞെടുക്കത്തില്ല എന്ന്. മക്കളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹം നിങ്ങൾ തട്ടിക്കളയരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. പിന്നീട് പരിശുദ്ധി അമ്മ മാതാവിലേക്ക് വരിക നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുക. അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധി അമ്മ മാതാവിനോടുള്ള ഈ പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് നിങ്ങൾ ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ, പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കും. പരിശുദ്ധി അമ്മയെ മാതാവ് ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കൾ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ വേവലാതികളിൽ നിന്നും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ആഗ്രഹങ്ങൾ മുൻപിലുണ്ട്. എന്നാൽ അതൊന്നും സാധ്യമായി ലഭിക്കുന്നില്ല. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്നു, മക്കളെ അതിനെ ഓർത്ത് വേവലാതിപ്പെടേണ്ട, അതെല്ലാം ഞാൻ സാധ്യമാക്കി തരുമെന്ന് പരിശുദ്ധി വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അതിനായിട്ട് ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായി തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് പരിശുദ്ധി അമ്മ എടുത്തു നീക്കിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമേ. പരിശുദ്ധി അമ്മയെ മാതാവ്, ഈ മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. ഇവരുടെ ഓരോ പ്രശ്നങ്ങളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മയെ മാതാവ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് സമ്പന്നതയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ. എന്ത് ചെയ്തിട്ടും പണം കരങ്ങളിൽ നിൽക്കുന്നില്ല. എപ്പോഴും നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിലുണ്ടാകുന്നത്. എപ്പോഴും ദുരിതങ്ങൾ മാത്രമാണ് ജീവിതത്തിലുണ്ടാകുന്നത്. കണ്ണീരിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ മാത്രമേ ജീവിതത്തിലുണ്ടാകുന്നുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് അവർ എത്രയോ സന്തോഷവതികളുമാണെന്ന് മനസ്സിൽ തോന്നുന്ന മക്കളാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ. പരിശുദ്ധി അമ്മയെ മാതാവേ, ഇവരുടെ ഈ ക്ലേശങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് പൂർണ്ണമായിട്ടും എടുത്തു നീക്കണമേ. ഈ മക്കളുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ മാറിപ്പോകട്ടെ. പരിശുദ്ധി അമ്മയെ മാതാവേ, സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാവാനായിട്ടുള്ള പുതിയ വഴികൾ പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളുടെ ജീവിതത്തിൽ തുറക്കണമേ. ഈ മക്കൾ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ 100% സക്സസ് ആയി മാറുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഇറങ്ങി വരണമേ. അമ്മേ മാതാവേ, ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് മറ്റുള്ളവരുടെ മുൻപിൽ പരിശുദ്ധി അമ്മ മാതാവ് ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് അമ്മ മാതാവിന് വേണ്ടി സംസാരിക്കുന്ന മക്കളാക്കി തീർക്കണമേ. പരിശുദ്ധി അമ്മയെ മാതാവേ, അത്ഭുതങ്ങൾ അനവധി ഈ മക്കളുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ട് പരിശുദ്ധി അമ്മയെ മാതാവേ, മറ്റുള്ളവരെല്ലാം ഈ മക്കളെ കണ്ടുപിടിക്കുവാനുള്ള സാഹചര്യം പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളിൽ ഒരുക്കണമേ. ഈ മക്കൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ എല്ലാ തരത്തിലുള്ള തകർച്ചകളിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ അനവധി നടന്നുകൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം സമാധാനം വന്ന് നിറയട്ടെ. അമ്മ മാതാവ് ഈ മക്കളെ സാമ്പത്തികപരമായിട്ട് ഉയർത്തിക്കൊണ്ട് സമ്പന്നതയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ. ഈ മക്കളുടെ ക്ലേശങ്ങളെല്ലാം തന്നെ ഈ നിമിഷത്തിന് പരിശുദ്ധിയെ പൂർണ്ണമായിട്ടും എടുത്തു നീക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കൾ ചെയ്യുന്ന ജോലികൾ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അത് ഏത് ജോലിയാണെങ്കിലും അതിലെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അതിലൂടെ നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കുവാനും ആ വരുമാനത്തിലൂടെ തന്നെ ഈ മക്കൾക്ക് സന്തോഷത്തോടെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളിലൂടെ മുന്നോട്ട് പോകാനും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരെയും പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആ മക്കളെയും പരിശുദ്ധി അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ ക്ലേശങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ മാതാവ്, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ മക്കളെ വിടുവിക്കണമേ. അമ്മയെ മാതാവ്, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കടബാധ്യത എത്രത്തോളമാണെങ്കിലും അതെല്ലാം തന്നെ മാറിപ്പോട്ടെ. ആ കടബാധ്യതയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ മക്കളെ പരിശുദ്ധി വിടുവിക്കണമേ. അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നപ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധി അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങളാണല്ലോ പരിശുദ്ധി അമ്മ നടത്തുന്നത്. മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന അത്ഭുത പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. മക്കളെ, എപ്പോഴും പരിശുദ്ധി അമ്മയിലൂടെയും ഈശോയിലൂടെയും ആയിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് പരിശുദ്ധി അമ്മ മാതാവ് നൽകുന്ന ഉയർച്ച എന്ന് പറയുന്നത് ടെമ്പററി അല്ല, പെർമനൻ്റ് ആണ്, സ്ഥിരതയുള്ളതാണ്.
ഉയർച്ച ഉണ്ടാകുമ്പോൾ അത് ഉയർന്നുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്നു. അമ്മ മാതാവ് നിങ്ങൾക്ക് ഈ നൽകിയിരിക്കുന്ന അനുഗ്രഹം നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിക്കുക. പരിശുദ്ധി അമ്മ മാതാവ് ഇവരുടെ കടബാധ്യതകളെല്ലാം തന്നെ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറിപ്പോട്ടെ. അതെല്ലാം തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ വല്ലാണ്ട് അലട്ടിക്കൊണ്ട് ഈ മക്കളുടെ സമാധാനമെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ മക്കളുടെ ജീവിതം. പരിശുദ്ധി അമ്മ മാതാവ് അമ്മയുടെ ഇടപെടലാൽ അതെല്ലാം മാറിപ്പോട്ടെ. സമാധാനം എപ്പോഴും ഈ മക്കളുടെ ജീവിതത്തിൽ വന്ന് നിറയണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്ത് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ഉയർച്ചകളും ഇല്ലാതെ ജപ്തിയിലൂടെ കടന്നു പോവുകയാണ്. ജീവിതം അവസാനിക്കേണ്ട രീതിയിലേക്കൊക്കെ വന്നു നിൽക്കുകയാണ്. പരിശുദ്ധി അമ്മ മാതാവ് അക്കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ജീവിതം വന്നുകൊണ്ട് അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അമ്മ മാതാവ് ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ മക്കൾ ശ്രമിച്ചിട്ട് ഒരു ജോലി പോലും ഈ മക്കൾക്ക് ലഭിക്കുന്നില്ല. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളുടെ ആഗ്രഹം പോലെ തന്നെ ജോലി ലഭിക്കുവാനുള്ള ഇടപെടൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളിൽ അത്ഭുതം നടത്തണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ, ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന മക്കൾ, ഇവരുടെ എല്ലാ ജോലികളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവ് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ ജോലി ചെയ്യാനും ഒരാപത്തോ ഒരു അപകടമോ കൂടാതെ ഈ മക്കൾ സുരക്ഷിതമായിട്ട് കാര്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജോലി ചെയ്യാനും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഇവരുടെ ക്ലേശങ്ങളെല്ലാം തന്നെ ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ പരിശുദ്ധി അമ്മ മാതാവേ ഡോക്ടർമാരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധി അമ്മ കാത്തുകൊള്ളണമേ. നേഴ്സുമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനവധി വന്ന് നിറയണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് പോലും അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിശുദ്ധി അമ്മ മാതാവ് വിടിവിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരിശുദ്ധി അമ്മ മക്കൾ വിടിവിക്കുന്നുണ്ടല്ലോ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ വിദ്യാർത്ഥികളെ ഞാൻ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്ന മക്കൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടുകൂടെ ഓർത്തിരിക്കുവാനും അതിലെല്ലാം തന്നെ ഉന്നത വിജയം നേടുവാനും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുന്നു. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ ഉണ്ടാകുന്നുണ്ട്. മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ രോഗ സാഹചര്യങ്ങൾ എത്രത്തോളമാണെങ്കിലും അതെല്ലാം തന്നെ മാറിപ്പോട്ടെ. ആ രോഗാവസ്ഥയിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ഈ മക്കൾക്ക് പൂർണ്ണ ആരോഗ്യം പരിശുദ്ധി അമ്മ നൽകണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെങ്കിലും അതെല്ലാം തന്നെ മാറിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആ മക്കളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം വന്ന് നിറയട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു രോഗം പോലും ഈ മക്കളെ ബാധിക്കാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഈ മക്കളെ പരിശുദ്ധി സുരക്ഷിതമായിട്ട് ഇരുകരങ്ങളിൽ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ മക്കൾക്ക് സ്വന്തമായിട്ട് ഭവനം ഉണ്ടാകണമേ. അമ്മ മാതാവേ ആ മക്കളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോട്ടെ. സ്വന്തമായിട്ട് ഭവനം ഉണ്ടായിക്കൊണ്ട് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കുവാനുള്ള അനുഗ്രഹം പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഉണ്ടാക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് എന്തെങ്കിലും വിൽക്കുവാനോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതെല്ലാം തന്നെ പരിശുദ്ധി നടത്തി കൊടുക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിക്കണമേ. വിവാഹം നടക്കാത്ത മക്കളെ പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കുവാനും ആ മക്കൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടക്കുവാനും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷത്തിന് ഇറങ്ങി വരട്ടെ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ചികിത്സകളൊക്കെ ചെയ്ത് ഒരു രീതിയിലുള്ള ഉയർച്ചകൾ ഒരു രീതിയിലുള്ള റിസൾട്ട് ലഭിച്ചിട്ടില്ല. പരിശുദ്ധി അമ്മ മാതാവേ അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ആ കാര്യം പരിശുദ്ധി അമ്മ സാധിച്ചു കൊടുക്കണമേ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നപ്പോൾ അനേകം ദമ്പതികൾക്കാണല്ലോ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ പരിശുദ്ധി അമ്മ നൽകിയത്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടത്തണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഏതെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തെങ്കിലും കലഹങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കൊണ്ട് ആ കുടുംബത്തിൽ എപ്പോഴും സന്തോഷ സമാധാന സാമ്പത്തിക ഉയർച്ചയും നിലനിൽക്കണമേ. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ മക്കളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ മക്കളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് അത്തരത്തിലുള്ള പൈശാചിക ബന്ധങ്ങളെല്ലാം ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഇറങ്ങി വരട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, സമ്പത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. ഈ മക്കളുടെ മുൻപിൽ വരുമെന്നും ഈ മക്കൾ എത്രത്തോളം പരിശുദ്ധി അമ്മ ഉയർത്തുമെന്ന് പരിശുദ്ധി വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അത് പരിശുദ്ധി അമ്മ നടത്തുന്നതിനെ ഓർത്തിനോട് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ നിന്ന് ഇല്ലേ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ ലഭിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഇറങ്ങി വരട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവേ അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മക്കളെല്ലാവരും തന്നെ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. പരിശുദ്ധി അമ്മ മാതാവ് അവരെ കാത്തുകൊള്ളണമേ. അവരെ എല്ലാ തരത്തിലുള്ള അപകടത്തിൽ നിന്നും പരിശുദ്ധി അമ്മ ചേർത്ത്
പിടിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ സഞ്ചരിക്കുന്ന വഴികൾ, അവർ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം പരിശുദ്ധി അമ്മ മാതാവിന്റെ സുരക്ഷിത വലയത്താൽ ഈ മക്കളെ സംരക്ഷിക്കണമേ. ഒരാപത്തും ഈ മക്കൾക്ക് വന്നു ചേരാതിരിക്കട്ടെ. പ്രകൃതിയിൽ നിന്ന് ഒരു രീതിയിലുള്ള ഉപദ്രവം ഈ മക്കൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. മൃഗങ്ങളിൽ നിന്ന് ഒരു ഉപദ്രവം ഈ മക്കളിലേക്ക് ഉണ്ടാവാതിരിക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുത ഈ നിമിഷത്തിന് ഇറങ്ങി വരണമേ. പരിശുദ്ധി അമ്മേ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കേണ്ട ആ പ്രാർത്ഥനയിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം നടത്തണമേ. മക്കളെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം നിങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധി അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഈ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ മക്കളെ വിടുവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതത്താൽ ഈ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം, സമാധാനം, സാമ്പത്തിക ഉയർച്ചകളും കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. മക്കളെ ഈ നിമിഷം പരിശുദ്ധിയെ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഒരു ശിരവും വെച്ച് നിങ്ങൾ ആശീർവദിക്കുന്ന സമയമാണ്. കുമ്പിട്ട് നിൽക്കുക. പരിശുദ്ധി അമ്മ മാതാവ് ഈശോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ഭവനത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കൾ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും എല്ലാ ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അതെല്ലാം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മേ മാതാവേ, ഒരു അപകടമോ ഒരു ആപത്തോ കൂടാതെ ഈ മക്കളെ ഈശോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും പൂർണ്ണമായിട്ട് വിടത്ത് നീക്കിക്കൊണ്ട് അത്ഭുതങ്ങൾ അനവധി ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് ഈ മക്കളെ പരിശുദ്ധി അമ്മ സുരക്ഷിതരാക്കണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും സങ്കടത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ഈ മക്കൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ മക്കളുടെ ജീവിതത്തിൽ സാധിച്ചു കൊടുത്തുകൊണ്ട് അത്ഭുതങ്ങൾ അനവധി പരിശുദ്ധി അമ്മേ മാതാവേ ഈശോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തണമേ. എല്ലാ ബുദ്ധിമുട്ടുകളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. ഈ മക്കളുടെ ഭവനത്തിൽ ഈ മക്കൾക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും പൈശാചികപരമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ നിമിഷം തന്നെ തകർന്ന് തരിപ്പണമായി പോട്ടെ. പരിശുദ്ധമായി സുരക്ഷിതമായിട്ട് അമ്മ മാതാവിന്റെ കരങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ഓർത്ത് എന്ന് പറയുവാണ്. മക്കളെ നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിലുണ്ടായിരിക്കുന്നു.